ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 20/7/2024 നടന്ന ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ എക്സാമിനേഷൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ആൻസർ കീ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി പ്രാചീന മലയാളം. ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ സി ഖേത്രി. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ ഡി നവംബർ 12, 1936. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ പട്ടം എ താണുപിള്ള. CSIRന്റെ പൂർണ്ണരൂപം? ആൻസർ ഓപ്ഷൻ എ ദ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. നെക്സ്റ്റ്, സമത്വ സമാജ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരിക്കുന്ന വനിതകൾ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 1, 3, 4 ശരിയാണ്. അതായത് സരോജിനി നായിഡു, നെല്ലി സെൻഗുപ്ത, ആനി ബെസന്റ് എന്നിവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വനിതകൾ. നെക്സ്റ്റ്, ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി മെസപ്പട്ടോമിയൻ സംസ്കാരം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ വിൻസ് ഫ്രീഡം, സുഭാഷ് ചന്ദ്രബോസ്. ഇതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ തെറ്റായ ജോഡി. നെക്സ്റ്റ്, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു, വാഗൺ ട്രാജഡി, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, ചൗരി ചൗര സംഭവം. ശരിയായ കാലഗണന ക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി 3, 2, 1, 4. അതായത് മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, വാഗൺ ട്രാജഡി, ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു, ചൗരി ചൗര സംഭവം. നെക്സ്റ്റ്, 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി? ആൻസർ ഓപ്ഷൻ ബി ആർ ചെമ്പകലക്ഷ്മി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി രഘുവേന്ദ്ര തൻവാർ. നെക്സ്റ്റ്, പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ബില്ലുകൾ അംഗീകരിക്കൽ. നെക്സ്റ്റ്, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. നെക്സ്റ്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. നെക്സ്റ്റ്, ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ. നെക്സ്റ്റ്, സാമൂഹീകരണത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി മുകളിലെല്ലാം. അതായത് വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. ഇതെല്ലാം ശരിയായ പ്രസ്താവനകളാണ്. നെക്സ്റ്റ്, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരളം. നെക്സ്റ്റ്, രാജ്യത്തെ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഛത്തീസ്ഗഡ്. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഫെർമി, ആങ്സ്ട്രം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എല്ലാം ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ബാക്കി എല്ലാ ഓപ്ഷൻസും തെറ്റാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ സംരക്ഷിത ബലത്തിന്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിക്കുന്നു.
നെക്സ്റ്റ്, ഒരു ആദർശവാതകത്തിലൂടെയുള്ള ശബ്ദത്തിന്റെ വേഗത √ρ p/ν ആണ്. ഇതിൽ p മർദ്ദവും ν സാന്ദ്രതയുമാണ്. റോ എന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, Cp, Cv എന്നിവ തമ്മിലുള്ള അനുപാതം. നെക്സ്റ്റ്, വ്യത്യസ്ത ഛേദതലത്തോടു കൂടിയ 2 സിറിഞ്ചുകൾ, സൂചിയില്ലാത്തവ, വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റണിന്റെയും വലിയ പിസ്റ്റണിന്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. ചെറിയ പിസ്റ്റണിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്ര? ആൻസർ ഓപ്ഷൻ സി, 25 ന്യൂട്ടൺ. നെക്സ്റ്റ്, +2.5 ഡയോപ്റ്റർ പവർ ഉള്ള ഒരു ലെൻസിന് മുന്നിൽ 50 സെന്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, -4. നെക്സ്റ്റ്, 50 ഓം, 100 ഓം, 200 ഓം വീതം പ്രതിരോധമുള്ള 3 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. അതിൽ ഓപ്ഷൻ സി, 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. അതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് ആണ്. G എന്നത് ഒരു ഗാൽവനോമീറ്ററും. ഗാൽവനോമീറ്ററിലെ കറണ്ട് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 0 ആംപിയർ ആണ് വരിക. നെക്സ്റ്റ്, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ സി, എക്സ്പോസാറ്റ് ആണ്. നെക്സ്റ്റ്, സൂര്യനെ കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഇതിൽ ആകെ 7 പേലോഡുകളാണ് ഉള്ളത്. നെക്സ്റ്റ്, ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഉത്തരം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 3ഉം ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൽകിയിരിക്കുന്ന ഉപഷെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്? ആൻസർ ഓപ്ഷൻ എ, 3D. നെക്സ്റ്റ്, ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, 16 അഥവാ 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നതിൽ ഒക്ടറ്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏത്? ആൻസർ ഓപ്ഷൻ ബി, PCl5. നെക്സ്റ്റ്, STPയിൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കണക്കാക്കുക. ആൻസർ ഓപ്ഷൻ സി, 44.8 ലിറ്റർ. നെക്സ്റ്റ്, ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഹെൻറീസ് നിയമം. നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, HG സെൽ. നെക്സ്റ്റ്, മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, നിക്കൽ. നെക്സ്റ്റ്, ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹവാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ CO2. നെക്സ്റ്റ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആൽബർട്ട് ഐൻസ്റ്റീൻ. നെക്സ്റ്റ്, ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവം. ആൻസർ ഓപ്ഷൻ ബി, പ്ലിയോട്രോപ്പിസം. നെക്സ്റ്റ്, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ ബി, കാൾ ലീനയസ്. നെക്സ്റ്റ്, ജാക്കോബ്സൺസ് ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ഗന്ധം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ വീഡ് കില്ലർ കളനാശിനിയായി ഉപയോഗിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, 2,4-D. നെക്സ്റ്റ്, ലോക അൾഷിമേഴ്സ് ദിനം ആയി ആചരിക്കുന്ന ദിനം ഏത്? ആൻസർ ഓപ്ഷൻ ബി, സെപ്റ്റംബർ 21. നെക്സ്റ്റ്, ഗാമ ടോക്കോഫെറോൾ
എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ സി, വിറ്റമിൻ ഇ. നെക്സ്റ്റ്, ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ്. ആൻസർ ഓപ്ഷൻ ബി, ഡോട്ട്സ്. നെക്സ്റ്റ്, ബേർഡ് ഐ ചില്ലി ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്ത് നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മിസോറാം. നെക്സ്റ്റ്, മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിന്റെ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ്? ആൻസർ ഓപ്ഷൻ ബി, 14 ലിറ്റർ. നെക്സ്റ്റ്, 0.48 ഇൻറ്റു 5.6 ഇൻറ്റു 0.28 ഡിവൈഡഡ് ബൈ 3.2 ഇൻറ്റു 0.21 ഇൻറ്റു 0.14 ഈക്വൽ ടു. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻസർ വരുന്ന ഓപ്ഷൻ എ, 8 ഉത്തരം. നെക്സ്റ്റ്, ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ്? ആൻസർ ഓപ്ഷൻ ഡി, 10 ഡിഗ്രി. നെക്സ്റ്റ്, √4 പ്ലസ് √21 പ്ലസ് √13 പ്ലസ് √8 പ്ലസ് √1 ഈക്വൽ ടു. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള റൂട്ടുകളൊക്കെ ആദ്യം എടുത്തു പോകും. അതായത് √1ന്റെ ആൻസർ 1 ആണ്. ആ 1 ഈ 8ന്റെ കൂടെ കൂട്ടുക. അപ്പോൾ എത്ര വരും? 8 + 1 9 ആവും. അപ്പൊ √9. അപ്പൊ അതങ്ങനെ ഉള്ളിൽ നിന്നുള്ളത് എടുത്തെടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, 3 വരുന്നത്. നെക്സ്റ്റ്, 8 സംഖ്യകളുടെ ശരാശരി 32 ആയാൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. ഒഴിവാക്കിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 39. നെക്സ്റ്റ്, 4A = 6B = 8C ആയാൽ A:B:C എത്ര? ആൻസർ ഓപ്ഷൻ സി, 6:4:3. നെക്സ്റ്റ്, ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു. അവയെല്ലാം കൂടി ഒന്നിച്ചു മുഴങ്ങിയതിനു ശേഷം 30 മിനിറ്റ് പൂർത്തിയാക്കുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ചു മുഴങ്ങിയിരിക്കും? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 15. നെക്സ്റ്റ്, 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. ആ ജോലി അവർ ഒന്നിച്ചു ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, 2. നെക്സ്റ്റ്, എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്യുന്നത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറുന്നതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത്. എങ്കിൽ കാറിന്റെ വേഗത എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 100 km/h. നെക്സ്റ്റ്, 20, 40, 22, 38, 26, 34, ഡാഷ്. ഈ സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യകൾ ഏതെല്ലാമാണ് യഥാക്രമം വരുന്നത്? ആൻസർ ഓപ്ഷൻ എ, 32, 28. നെക്സ്റ്റ്, ഒരു നിശ്ചിത തുകയ്ക്ക് 5% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ്. എങ്കിൽ തുക എത്ര? ആൻസർ ഓപ്ഷൻ ബി, 4 ലക്ഷം. നെക്സ്റ്റ്, ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. എങ്കിൽ ആദ്യത്തെ സംഖ്യ? ആൻസർ ഓപ്ഷൻ സി, 9. നെക്സ്റ്റ്, ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. എങ്കിൽ ലാഭശതമാനം? ആൻസർ ഓപ്ഷൻ എ, 8%. നെക്സ്റ്റ്, 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ്? ആൻസർ ഓപ്ഷൻ ബി, 625 cm². നെക്സ്റ്റ്, ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾ നൽകുന്ന പരിഗണന ചുവടെ തന്നിരിക്കുന്നു. ഭക്ഷണം 30%, വസ്ത്രം 10%, വിദ്യാഭ്യാസം 25%, ആരോഗ്യം 20%, വിനോദം 15%. ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്ര കോണളവ് എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 90%. നെക്സ്റ്റ്, ആദിരൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ എ, കാൾ ഗുസ്താവ് യുങ്.
നെക്സ്റ്റ്, 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചു കൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി. വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. നെക്സ്റ്റ് 63. നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി. സമായോജനം. നെക്സ്റ്റ്, ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ ജെ.ബി. വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ. കാൾ ലാഷ്ലി. നെക്സ്റ്റ്, പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ് ഇത്? ആൻസർ ഓപ്ഷൻ ഡി. 1854 വുഡ്സ് ഡെസ്പാച്ച്. നെക്സ്റ്റ്, ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ. മുഖ്യ സവിശേഷതകൾ. നെക്സ്റ്റ്, ദ നേച്ചർ ഓഫ് പ്രെജുഡീസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ ബി. ഗോൾഡൻ വില്ലാർഡ് ആൽപോർട്ട്. നെക്സ്റ്റ്, ഉത്കൃഷ്ട എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽ പെടുന്നതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ആത്മസ്ഥാപനം. നെക്സ്റ്റ്, അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിന്റെ വിഭജനത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി. ധാരണം. നെക്സ്റ്റ്, ധാർമ്മിക വികാസ ഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തന്റേതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ബി. ലോറൻസ് കോൾബർഗ്. നെക്സ്റ്റ്, നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ എ. പഠനാന്തരണം. നെക്സ്റ്റ്, ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി. വൈജ്ഞാനിക പഠന സിദ്ധാന്തം. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. സംവാദാത്മക പഠനം. നെക്സ്റ്റ്, മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിയൻ ക്രമവും ലിഡിയൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി. പ്ലേറ്റോ. നെക്സ്റ്റ്, മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ പ്രശസ്തമായ സ്ഥാപനം? ആൻസർ NIMH. നെക്സ്റ്റ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽ പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ? ഓപ്ഷൻ ബി. CL ഹൾ. നെക്സ്റ്റ്, ബ്രിഡ്ജസ് ചാർട്ട് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ. വൈകാരിക വികാസം. നെക്സ്റ്റ്, ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി. ഓർമ്മ. നെക്സ്റ്റ്, ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. മിനസോട്ട മാനുവൽ ഡെക്സ്റ്റിരിറ്റി ടെസ്റ്റ്. നെക്സ്റ്റ്, വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികവുമായി പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ ഡി. ഡാനിയൽ ഗോൾമാൻ. നെക്സ്റ്റ്, ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആ പാസേജിനനുസരിച്ചിട്ട് ആൻസർ തരണം. പാസേജ് നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ ആൻസേഴ്സ് പറഞ്ഞു പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് എ സ്പീക്കർ ഡു ഇഫ് ദ ലിസണേഴ്സ് ഡിസഗ്രി വിത്ത് ഹിം or her? Answer option C. Give evidence. Next, what is the main theme of the passage? Answer option D. Monitoring the reactions of listeners. Next, the term green light indicates that the speaker. Answer option A. May continue. Answer the following questions by choosing the most appropriate answer from the given options. One of the students dash not willing to do the exercise. Answer option B was. Next, my teacher is interested dash reading novels. Answer option A in. Next, the police had noticed dash woman
entering the room without permission. Answer option B, the. Next, the doctor had already left when the patient dashed the hospital. Answer option D, reached. Which of the following is closest in meaning the word conviction? Answer option A, strong belief. Next, the receptive skills are option A, listening and reading. Next, which of the following is a scoring indicator of the speech? Answer option C, intelligibility. നെക്സ്റ്റ് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് ഒരു മലയാളിക്ക് മലയാളമില്ല. കുറിക്കുകൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി, കുഞ്ഞുണ്ണി. നെക്സ്റ്റ്, കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഓപ്ഷൻ എ, തകഴി ശിവശങ്കരപിള്ള. നെക്സ്റ്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വാഴ്ത്തപ്പെട്ട പൂച്ച. നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസകലിംഗത്തിൽ സൂചിപ്പിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, മേശ. നെക്സ്റ്റ്, മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി, സംസ്കൃതം. നെക്സ്റ്റ്, കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ, രവി. നെക്സ്റ്റ്, ശ്രവണ നൈപുണ്യയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി, ശരി. നെക്സ്റ്റ്, കൈകൊണ്ട് കീറുന്നതിനു വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്? ആൻസർ ഓപ്ഷൻ സി, ശാരീരിക ചാലക വികാസം. നെക്സ്റ്റ്, ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്ന് നിങ്ങളുടെ അഭിപ്രായം? ആൻസർ ഓപ്ഷൻ ബി, ആശയാവതരണ രീതി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിന്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകങ്ങൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി, മേൽ സൂചിപ്പിച്ചവ ABC എല്ലാം. ഈ 3ഉം പരിഗണിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് ഈ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.